എല്ലാം പോളയാണ്. എവറിത്തിങ് എംപ്റ്റി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 ഖണ്ഡികയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭയെ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു ദുബായിക്കാരൻ ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ലെന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു. ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു എച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ആലോചിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇവിടെ അളിയ, നീ ഇവിടെ എവിടെ? ഞാനിവിടെ അല്ലേ. ഹോട്ടലിൽ നിന്നൊക്കെ വിട്ടാ? ഹോട്ടലിൽ വിട്ടോ? അയ്യോ വിട്ടോന്നല്ല, ഹോട്ടലിൽ വിറ്റോന്ന്. എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ? നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേട്ടാ? അതല്ല അതല്ല, പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല രഹസ്യം ഡ്രൈവറാണ്, ഇവനെ വെച്ചാൽ മതി. എടോ താനെന്തൊരു വിട്ടിട്ടാ പറയുന്നത്? എനിക്കറിയാം, ഡ്രൈവർ ശംഭു. അല്ല അല്ല, ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശംഭു എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു. നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളിയാ, എനിക്കും ശരിയാവില്ല. നീ വാ. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് തകരാറാക്കരുത്. ഓപ്പറേഷൻ ഓപ്പറേഷൻ നിനക്ക് അങ്കിൾ ചേട്ടാ അരുണ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. പഴയ സ്നേഹന്മാർ നമുക്ക് കാണും, പലതും പറയാം. ഇതിലെന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത്. ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാർട്ട് ഒരു 747 തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവ അനുസരിക്കുന്നില്ല സാർ. എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? ഓ, തന്റെ അനിയനല്ലേ, പിന്നെങ്ങനെ വിവരം കാണും അല്ലേ? ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് സാർ അങ്ങ് തീർത്ത് പറഞ്ഞാൽ മതി. നിവർത്തിയില്ലാതെ വരുമ്പോ അവ ഇറങ്ങിപ്പോവും, സമ്മതിക്കും. അതിന് ഉമ്മാർക്ക് ചിത്രകലയെ കുറിച്ച് വല്ലതും അറിയണ്ടേ? ശിവ, എന്താ മാ? പുറപ്പെട്ടോളൂ. ഓരോ നിമിഷം കഴിയുന്തോറും മോളെ, എന്റെ മോളെ അകത്തേക്ക് പോയിക്കോളൂ. ഓ, എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മാവ? ഓരോ നിമിഷം കഴിയുന്തോറും നീ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഒരു രോഗമില്ല മാവ. മാത്രമല്ല ഈ ഡോക്ടർ എനിക്ക് വലിയ വിശ്വാസമില്ല. മറ്റാരുടെയോ നിർബന്ധപ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്നും എനിക്ക് സംശയം. കഴിഞ്ഞ 5 വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു ആർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. കുറുപ്പ് സാറിന് അറിയാമോ? ബ്രോങ്കൈറ്റിസ്, പരാലിസിസ്, ബ്രെയിൻ ട്യൂമർ, ലിവർ ഫീവർ, വാദം, ലൂക്കേമിയ എന്നീ രോഗങ്ങളുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ രോഗിയുടെ ശരീരം. അറിവുള്ളവർ പറഞ്ഞ അനുസരിക്കണം. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ തിരിച്ചോളൂ. എനിക്കൊരു അസുഖവും ഇല്ല കുറുപ്പമ്മാവ. സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവനെ ഓപ്പറേറ്റ് ചെയ്യും. മിക്കവാറും താൻ എന്റെ കയ്യിൽ. കുറുപ്പ് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാ മതി. ശിവനോടാണ് പറഞ്ഞ ഡോക്ടറെ കൂടെ ചെല്ലാൻ. എന്റെ പൊന്നു കുറുപ്പമ്മാവ, എനിക്കൊരു അസുഖം ഇല്ല. ഉണ്ട്. മുദ്രപത്രത്തിൽ അവരെ ഒപ്പിട്ടെടുത്ത കാശ് ഞാൻ കൊടുത്തോളാം. തന്നോടാണ് ഞാൻ പറഞ്ഞത്, അനുസരിക്കാൻ പറഞ്ഞത്. നീണ്ട കഥയുണ്ട്. കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. കേൾക്കണ്ട. അസുഖം ഉണ്ടോ നീ തന്നെ സമ്മതിച്ചല്ലേ? ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ? അന്ന് സമ്മതിച്ച അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയതാണ്. എടോ, ഓപ്പറേഷൻ ചെയ്യാൻ താൻ ഇന്ന് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാതെ ഇതിന്റെ പിന്നിലെ കർത്തവ്യം ആരാണെന്ന് എനിക്കറിയാം. ഇത്
എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺകുട്ടിയാണ് ശോഭ. ഏത് സാഹചര്യത്തിലും ശോഭ എന്നെ വെറുക്കയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ കിടന്ന് ഫോണടിക്കുന്നത്? വരൂ വരൂ, അകത്തേക്ക് വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ. തൊലച്ചു കെട്ടും കെട്ടി പന്നുകൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ? ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിനും ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പോഴില്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായതുകൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനാ. ഏയ് അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട്. ശോഭേ ശോഭേ ശോ ഇവിടെ ആ മോനെ മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തായാലും എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു നീ ഇവിടെ ഡ്രൈവറായിട്ടല്ലേ വന്നത്? അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അതല്ല ചുമ്മാരോടും. ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ? എന്റെ മോൻ എവിടെ? മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ, ദാ നിൽക്കുന്നു. അയ്യോ, ഇതല്ല. ഇതെന്റെ മോനല്ല. അയ്യോ, കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം മോനല്ലാന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ? കള രണ്ടൊരു മോനേന്ന് വിളിക്കാം. എന്റെ പട്ടി വിളിക്കും. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവനെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയാ പിള്ളേരെ മോനെ ഇവിടെ. അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ. ഇവനല്ല. അവൻ തന്നെ. അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എവിടെയെന്ന്. എം.എ. ധവാൻ. പറയണ എന്റെ മോനെ ഇവിടെ. നമ്മളെ പഠിച്ചല്ലോ. എന്റെ തല ആരെങ്കിലും തുറന്നതാ. അയ്യോ, ഇറങ്ങി പിടിക്കാവനെ. എടാ സാമദ്രോഹി, മേലാലി പണി ചവിട്ടിയാ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവുക. എല്ലാം പൊളിഞ്ഞത് പറഞ്ഞാ മതിയടാ ശിവ. മാധവന്റെ തന്തയും തള്ളയും വന്നു. വല്യ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും. ഇനി ഒരു ജോലിക്ക് എവിടെ പോവും? ഈ ഒരലില്ലേ, ഒരല് മതത്തിനോട് എന്ന് പറയുന്നത് പോലെ. അറിയാ, അതിനേക്കാൾ കഷ്ടമല്ലേ എന്റെ കാര്യം. ഞാൻ വഴിയാധാരമായില്ലേ. ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ. അപ്പൊ ഇനി എന്താ നിന്റെ പരിപാടി? ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും. ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല. സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും മരിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ശപ്പന്മാരായിട്ടിരിക്കുന്നത്? വാ.